എന്തായാലും നമ്മൾ എല്ലാ ദിവസവും ഈ ബിസിനസിന്റെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പല പല എക്സ്പീരിയൻസുകൾ ഓരോ ദിവസവും നമ്മൾ രാവിലെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി കേൾക്കുന്നുണ്ട്, നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെയുള്ള പല എക്സ്പീരിയൻസ് ഉള്ള ആളുകളും ഈ ബിസിനസിന്റെ പാർട്ടായി വന്ന് വലിയ ചേഞ്ചസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ സക്സസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം, അവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾക്കും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് അവരനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ സക്സസും നമ്മൾക്ക് ഓരോ ആളുകൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതിൽ ഒരു സംശയമില്ല. ഡയറക്ട് സെല്ലിംഗ് വ്യവസായത്തിൽ ഇന്ന് നമ്മളെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ ഈ കമ്പനിയിൽ കൂടി ഓൾ ഓവർ ഇന്ത്യ പല സ്ഥലങ്ങളിലും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തില് ഇന്ന് ഈ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഭൂരിഭാഗം ആളുകളും കേരളത്തിൽ തന്നെ ഉള്ളവർ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സിലാക്കിയത് എന്തായാൽ പോലും ആ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഈ ഒരു വ്യവസായം തരും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഞാൻ എന്തായാലും ഒരു രണ്ടോ മൂന്നോ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ, ഒരു മിനി FSS പോലെ. കാരണം എന്നും പല എക്സ്പീരിയൻസുകൾ കേൾക്കുന്നതുകൊണ്ട് ഇന്ന് കുറച്ച് ഇൻഫർമേഷൻ ആവാം എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ എല്ലാ പ്രാവശ്യവും വരുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ആണ് പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിങ്ങിൽ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു കോൺഫിഡൻസും ബിലീഫും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് എന്നുള്ള പ്രോഗ്രാമിലാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ ബിസിനസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ട്രെയിനിങ് ആണ്. നമ്മൾ ഒരിക്കൽ പോലും ഒരു GTS-ൽ ഈ ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നില്ല. ഒരു GTS-ലും എന്താണ് ഈ ബിസിനസ് എന്ന് പറയാനല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് GTS-കളിൽ പറയാറില്ല. പക്ഷെ അതെല്ലാം പറയുന്നത് FSS എന്നുള്ള ആ ഒരു ട്രെയിനിങ്ങിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ട് നമ്മൾ ചിലപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തിന്റെ നിരന്തര നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വന്നതായിരിക്കാം, ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുടെയൊക്കെ അല്ലെങ്കിൽ അയൽവാസികളുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ഒരു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരു പക്ഷേ അദ്ദേഹത്തിന് പോലും അറിയാത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പല ആളുകളും വിജയിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് സ്പോൺസർ ഇല്ല. എങ്ങനെ സ്പോൺസർ ഇല്ല എന്ന് പറഞ്ഞാൽ സ്പോൺസർഷിപ്പിൽ അല്ലാതെ വന്നത് എന്നതല്ല, ഈ ബിസിനസിന്റെ യാത്രയിൽ ചിലപ്പോൾ സ്പോൺസർ കൂടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് കൊണ്ടുവന്ന ആള് മനസ്സിലാക്കിയ പല കാര്യങ്ങളും എന്താണ്, അവരെക്കാളും മികച്ച രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്പോൺസർ ഇല്ലാതെ പോലും പല ആളുകളും ഈ ഇൻഡസ്ട്രിയിൽ, ഈ കമ്പനിയിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നമ്മുടെ കയ്യിലേക്ക് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് കിട്ടി. മക്കളുടെ ആവാം, പാർട്ട്ണറുടെ ആവാം, അച്ഛന്റെ അമ്മയുടെ ആവാം, ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഈ ഒരു കമ്പനിയുടെയും ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെയും ഈ ഇൻഡസ്ട്രിയുടെയും ഒക്കെ ഭാഗമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശരിക്ക് വലിയ രീതിയിലുള്ള ഒരു സക്സസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു രണ്ടോ മൂന്നോ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസിന്റെ എല്ലാ ഹൈറ്റ്സിലേക്കും നമുക്ക് എല്ലാവർക്കും എത്താം. അപ്പൊ അതില് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഈ ബിസിനസ് എന്നുള്ളതാണ്. ഒന്നാമത്തത് എന്താണ്, വാട്ട് ഈസ് ദിസ് ഇൻഡസ്ട്രി, ഈ ദിസ് ബിസിനസ്, എന്താണ് ഈ ബിസിനസ് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്
ഈ സിസ്റ്റത്തെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിന്റ് എങ്ങനെയാണ്, എന്തുകൊണ്ട് ഈ ബിസിനസ് നമ്മൾ ഇപ്പോൾ ചെയ്യണം, എന്തുകൊണ്ട്, ഹൗ ഈസ്, അത് വലിയൊരു ചോദ്യമാണ് അല്ലെ. കാരണം എന്ന് പറഞ്ഞാല് എന്താണ് ഈ ബിസിനസ് മനസ്സിലാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ ബിസിനസ് തന്നെ ചെയ്യണം, അത് വലിയൊരു പോയിന്റാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് എങ്ങനെ ഈ ബിസിനസ് ചെയ്യും, എങ്ങനെ ഈ ബിസിനസ് വിജയിപ്പിച്ചെടുക്കും. ഈ മൂന്ന് ചോദ്യങ്ങളും ഓരോ ആളുകളുടെ മനസ്സിലും ഉണ്ടാവും, ഓരോ ആളുകളുടെ ചിന്തകളിൽ ഉണ്ടാവും. പക്ഷേ അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പല ആളുകളും പല രീതിയിലാണ്. ചില ആളുകളെ സംബന്ധിച്ച് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രവർത്തിച്ചു തുടങ്ങും. ചില ആളുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഈ ഒരു വിഷയം എന്ത് ചെയ്യും, കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലും ഈ ഒരു പ്ലാറ്റ്ഫോമിലെ എഡ്യൂക്കേഷൻ എപ്പോഴും ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. എല്ലാം പഠിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് തുടങ്ങുക എന്നുള്ളതല്ല, ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പല ചോദ്യങ്ങളിൽ അതിൽ 3 ചോദ്യങ്ങളാണ്. എന്താണ് ഈ ബിസിനസ് എന്നുള്ളത്, എന്തുകൊണ്ട് ഈ ബിസിനസ് ഇപ്പൊ ചെയ്യണം എന്നുള്ളത്, മൂന്നാമത്തത് എങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, 3, 4, 5 ചോദ്യങ്ങൾ വാട്ട് ഈസ് എന്നുള്ള ചോദ്യം, അതായത് വാട്ട് ഈസ് എന്നുള്ളത് പറയുന്ന സമയത്ത് 4, 5 ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് മുന്നിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറഞ്ഞാല് വാട്ട് ഈസ് മൈ ലൈഫ് സ്റ്റൈൽ, വാട്ട് ഈസ് മൈ ലൈഫ് സ്റ്റൈൽ. അപ്പൊ എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് നമ്മൾക്ക് മുന്നിലുള്ള ഒരു ചോദ്യമാണ് അല്ലെ. രണ്ടാമത്തത് വാട്ട് ഈസ് ഡയറക്റ്റ് സെല്ലിംഗ്, ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത് എന്താന്നുള്ളതും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമാണ് അല്ലെ. അതുകൂടാതെ തന്നെ വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ദിസ് ബിസിനസ്, ഈ കച്ചവടത്തിന്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും. അതുകൂടാതെ നാലാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ ലീഗൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാല് നിയമപരമായിട്ട് ഈ കച്ചവടത്തിന് എന്തെങ്കിലും സാധ്യതകളോ സപ്പോർട്ടോ ഉണ്ടോ. ഓക്കെ, ലാസ്റ്റ് 5ാമത്തെ ഒരു കാര്യം വാട്ട് എന്നുള്ളതിൽ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ദിസ് ഇൻഡസ്ട്രി. അപ്പൊ ശരിക്കും പറഞ്ഞാല് 5 കാര്യങ്ങളാണ്. എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്, എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത്, മൂന്നാമത് വാട്ട് ഈസ് ദ ഹിസ്റ്ററി, ഈ കച്ചവടത്തിന്റെ ചരിത്രം എന്താണ് എന്നുള്ളത്, അടുത്തത് ഇതിന്റെ ലീഗൽ സപ്പോർട്ടും ലീഗൽ സൈഡും എന്താണെന്നുള്ളത്, അതുകൂടാതെ ലാസ്റ്റ് ഉള്ള ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ദിസ് ഇൻഡസ്ട്രി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കുകയാണ് എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ, എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതിന് പ്രത്യേകിച്ച് അധികം ആളുകൾക്കും അറിയുന്നത് തന്നെയാണെങ്കിൽ പോലും നമ്മൾക്കറിയാൻ പറ്റുന്നതാണ്, ഉന്നത ഗുണനിലവാരമുള്ള കുറെ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ കാരണം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളായിരിക്കും ഡയറക്റ്റ് സെല്ലിങ്ങിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന, ലോകത്ത് കിട്ടാവുന്ന മികച്ച ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു പറ്റം പ്രോഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. അതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ഇനി ഡയറക്റ്റ് സെല്ലിംഗ് എന്താന്നുള്ളത് നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നിലവിലുള്ള കച്ചവട രീതിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നിലവിലുള്ള കച്ചവട രീതി എന്താ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. നിലവിലുള്ള ഒരു പരമ്പരാഗത വിപണന രീതിയാണ് നിലവിലുള്ളത്. ആ വിപണന രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എന്താന്ന് ചോദിച്ചാല്, ഒരു ഉൽപ്പന്നത്തിന്റെയും കസ്റ്റമറുടെയും ഇടയിൽ ഒരുപാട് ഇടനിലക്കാരും പരസ്യക്കാരും ഉണ്ടാവും. ഇതാണല്ലോ ട്രഡീഷണൽ മാർക്കറ്റിംഗ്. എന്നാല് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഒരു നെറ്റ്വർക്കിൽ കൂടി, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒരു നെറ്റ്വർക്കിൽ കൂടി ഈ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ
ഇവിടെ ശരിക്കും പറഞ്ഞാല് എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് പല ആൾക്കാരും ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഡെഫിനേഷൻസ് വ്യക്തമായിട്ട് പല പുസ്തകങ്ങളിലും അക്കാഡമിക്കലി പഠിക്കാനുള്ള പല പുസ്തകങ്ങളിലും കൊടുത്തിട്ടുണ്ട്. എന്താണ് മാർക്കറ്റിംഗ്? എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉൽപ്പന്നം ഉൽപാദകനിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. ഈ മാർക്കറ്റിംഗ് എന്നുള്ള കാര്യമില്ലാതെ ഒരു സാധനവും ഒരു ഉൽപ്പന്നവും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകനിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങോ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ ഒരു സെൽഫ് എംപ്ലോയിഡ് സെയിൽസ് പീപ്പിളിൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകളിൽ കൂടിയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പോകുന്ന ഒരു 60% ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തന്നെ തിരിച്ചു കിട്ടുന്നു. ഇതാണല്ലോ ഡയറക്റ്റ് സെല്ലിംഗ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പരസ്യം എന്നുള്ളത് മൗത്ത് പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ. വാമൊഴി കൊണ്ടുള്ള പരസ്യം മാത്രമേ ഈ കച്ചവടത്തിലുള്ളൂ. എന്നാൽ ഈ കച്ചവടത്തിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏകദേശം 940 ഈ കച്ചവടം ലോകത്തിൽ ആരംഭിക്കുന്നത്. 1940 കാലഘട്ടങ്ങളിൽ ലോകത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, 40കളിൽ ഈ ഒരു കച്ചവടത്തിന് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത് AMRI എന്നുള്ള ഒരു അതോറിറ്റിയാണ്. അമേരിക്കൻ മാർക്കറ്റിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഈ കച്ചവടത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ കൺസ്യൂമേഴ്സിലേക്ക് തന്നെ നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു ബിസിനസ് മോഡൽ. അപ്പൊ അത് അമേരിക്കയിൽ തുടങ്ങിയതാണ്. എന്നാൽ അമേരിക്കയിൽ തുടങ്ങിയിട്ട് തന്നെ ഇന്ന് ഈ ഇന്ത്യയിൽ നടന്ന പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഈ കച്ചവടത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കച്ചവടം ലീഗൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ അവിടെ ട്രഡീഷണൽ കമ്പനികളിൽ നിന്ന്, നിലവിലുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും അവിടെ നേരിട്ടു ഈ കച്ചവടത്തിന്. എന്നതിന് ശേഷം 1977 അവിടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് 40 തുടങ്ങിയിട്ട് 58 ആകുന്ന സമയത്ത് ഈ കച്ചവടം അമേരിക്കയിൽ തന്നെ ബാൻ ചെയ്തു. അതിനുശേഷം 1977 അമേരിക്കൻ ഫെഡറൽ സുപ്രീം കോർട്ട് ഈ കച്ചവടത്തെ നിയമപരമായിട്ട് അംഗീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ അന്നൊന്നും ഈ ബിസിനസ് ഇല്ല. 77 ഇത്തരത്തിലുള്ള ബിസിനസ് ഇല്ല. 96 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ ഈ കച്ചവടം എത്തുന്നത്. 90കളിൽ തന്നെയാണ്. അതിൽ മേജർ ആയിട്ടുള്ള യൂറോപ്യൻ മേജർ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള ഒറീഫ്ലെയിം ആണ് ഒരു വിദേശ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം 2011 ഈ കച്ചവടം 100% ഇതൊരു നിയമപരമായ കച്ചവടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ബാനിങ് ഇന്ത്യയിലും മൊത്തം നടന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 അമേരിക്കയിൽ 58 നടന്ന പോലെ ഒരു ചരിത്രം ഇന്ത്യയിലും ഈ കച്ചവടത്തിനുണ്ട്. എല്ലാ കമ്പനികളെയും ബാൻ ചെയ്തു. ഇങ്ങനെ ഒരു കച്ചവടം ഇവിടെ വേണ്ട. ഇതായിരുന്നു സർക്കാരിന്റെ തന്നെ ഒരു കണക്ക് കൂട്ടല്. അങ്ങനെ അതിനുശേഷമാണ് 2015 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് ഈ കച്ചവടത്തെ അംഗീകരിക്കുന്നത്. കേരള ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് ലീഗലി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. നിയമവിരുദ്ധമായിട്ട് ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷമാണ് കേരള ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, എന്ത് കാരണം പറഞ്ഞിട്ടായിരുന്നു ഈ കച്ചവടത്തെ ബാൻ ചെയ്തതെന്ന് ചോദിച്ചാല് 1978 ഒരു നിയമമുണ്ട്. 1978 പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട്, PCMC എന്ന് പറയും. ആ ഒരു നിയമം വെച്ചുകൊണ്ടാണ് ഇന്ത്യയില് കേരളത്തിലും ഈ കച്ചവടം നിരോധിക്കുന്നത്. അതായത് ഒരാൾ പ്രവർത്തിച്ചിട്ട് മുകളിലുള്ള അല്ലെങ്കിൽ നേരത്തെ വന്ന ഒരാൾക്ക് ഇൻസെന്റീവോ കമ്മീഷനോ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ശരിക്കും ഈ ഒരു സിസ്റ്റത്തെ കേരളത്തിൽ ബാൻ ചെയ്യുന്നത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ 2011 2015 ഇടയ്ക്ക് ഒരുപാട് ട്രേഡ് യൂണിയനുകൾ ഈ കച്ചവടത്തെ നിയമപരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രേഡ് യൂണിയനുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ
CITU, INTUC, BMS, STU, AITUC, അങ്ങനെ ഒരുപാട് ട്രേഡ് യൂണിയൻ സംഘടനകൾ. AITUC ആയിരുന്നു ആദ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടന. അങ്ങനെ 2015 മാർച്ച് 13 ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ലീഗൽ അക്സെപ്റ്റൻസ് കേരളത്തിൽ നിന്ന് കിട്ടി മാർച്ച് 13. പക്ഷേ അതൊരു നിയമപരമായിട്ട് വന്നത് അല്ലെങ്കിൽ ഒരു നിയമമായിട്ട് വരുന്നത് 2015 ജൂലൈ 29. അപ്പൊ നമ്മൾ GTS ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു സ്ലൈഡ് കാണും, ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ സ്ലൈഡ്. ആ ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ സ്ലൈഡിൽ ആ 2015 ജൂലൈ 29 ഇറങ്ങിയിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഈ കച്ചവടത്തെ കുറിച്ചുള്ള ഒരു ഗസറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. കേരള ഫിനാൻസ് ആക്ട് 2015 എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗസറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, കേരള ഫിനാൻസ് ആക്ട് 2015 അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് ചെയ്ത ഫയലിന്റെ 11ാമത്തെ പേജിലുണ്ട്. 1ാമത്തെ പേജിൽ ഗസറ്റിന്റെ കാര്യങ്ങളാണ്, 11ാമത്തെ പേജിലാണ് ഈ ഒരു കച്ചവടത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് ആ ഗസറ്റിലുള്ളത്. അതായത് 11ാമത്തെ പേജിൽ ഏകദേശം ഒരു പകുതിയോട് കൂടിയിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മീൻസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഓഫ് എ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എൻറ്റിറ്റി ത്രൂ എന്ന് പറഞ്ഞിട്ട് ഡയറക്ട് സെല്ലേഴ്സ് ഓർ ത്രൂ ഡയറക്ട് സെല്ലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതർവൈസ് ദാൻ ത്രൂ ഷോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങള് ആ ഗസറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും തോന്നിയാല് 2015 ജൂലൈ 29 ഈ കച്ചവടം 100% ലീഗലി ഉള്ള ഒരു ബിസിനസ് ആയിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നു. അതിനുശേഷം അന്ന് GST വകുപ്പിന്റെ വെബ്സൈറ്റിൽ അന്നത്തെ GST അല്ല എന്തായിരുന്നു അതെ GST ഇന്ന് ശരിക്കും GST വകുപ്പിൽ ഇത് കാണുന്നുണ്ട്. അന്ന് ശരിക്കും വാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് 2018-19 എന്ന് പറഞ്ഞാൽ GST വന്നതിന് ശേഷം ഇന്ന് സെയിൽസ് ആൻഡ് ഗുഡ് സർവീസ് ടാക്സ് ആ ഒരു വകുപ്പിന്റെ സൈറ്റിൽ പോലും ഈ കച്ചവടം ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ ലീഗൽ സൈഡ് നോക്കുന്ന സമയത്ത് 2019 വന്നിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിലേക്ക് ഈ കച്ചവടം വന്നു. അത് 2021 വീണ്ടും അമെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഭേദഗതി വരുത്തി. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിലാണ് ഡയറക്ട് സെല്ലിംഗ് ഉള്ളത്. ഇപ്പൊ ഏത് നിയമത്തിന്റെ പരിധിയിലാണ് നിങ്ങളെ കച്ചവടം ഉള്ളതെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, എന്റെ കച്ചവടം ഉള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോന്റെ അല്ലെങ്കിൽ ആക്ടിന്റെ പരിധിയിലാണ്. അപ്പൊ ആ ഒരു കാര്യം ലീഗൽ സൈഡ് അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് 2018 ഓഗസ്റ്റ് 8 കേരള ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ വെബ് പേജിൽ ഈ കച്ചവടം കൊടുക്കാൻ തുടങ്ങി, ഡയറക്ട് സെല്ലിംഗ്. അതായത് കേരള കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ ഈ കച്ചവടത്തിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, സംസ്ഥാന ഗവൺമെന്റിന്റെ എംബ്ലം ഉള്ള ഒരു വെബ്സൈറ്റിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കച്ചവടത്തെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാം എത്തിയിട്ടുള്ളത്, നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരിക്കലും ഒരു ചെറിയ ബിസിനസ്സിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ ഈ കച്ചവടം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2021 ഡിസംബറിൽ കേന്ദ്ര സർക്കാരും ഈ കച്ചവടത്തെ കുറിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. അപ്പൊ ശരിക്കും കേരള ഗവൺമെന്റ് 2015 കൊണ്ടുവന്നു, 2018 കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെട്ടു. അതിനുശേഷം 2021 കേന്ദ്ര സർക്കാരും ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ കൂടി ആ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഡയറക്ട് സെല്ലിംഗ് മീൻസ് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസസ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് അതിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതർ ദാൻ ത്രൂ എ പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ. വേണമെങ്കിൽ പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷനിൽ അങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്യാം, ഷോപ്പ് ത്രൂ ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. അത്ര വ്യക്തമായിട്ട് അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് 2021 ശേഷം എന്ന് പറഞ്ഞാല് ഗവൺമെന്റുകളൊക്കെ ഇതിനെ അംഗീകരിച്ചു. അതിനുശേഷം കേരള ഗവൺമെന്റ് ഈ കച്ചവടത്തിന് ഒരു കൈപ്പുസ്തകം, ഒരു ഹാൻഡ് ബുക്ക്, ഞാൻ സ്ലൈഡ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, ഒരു ഹാൻഡ് ബുക്ക് കൊണ്ടുവന്നു. പല ലീഡേഴ്സിന്റെ കയ്യിലും ഈ ഹാൻഡ് ബുക്ക് ഉണ്ട്. ഗിഫ്റ്റ് എന്നുള്ള അതോറിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ആ ഒരു അതോറിറ്റി കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ഒരു കൈപ്പുസ്തകമാണ് നമ്മുടെ ഗിഫ്റ്റിന്റെ പുസ്തകം. അതിനുശേഷമാണ്
ഇത് അതിനു മുമ്പേ ഉള്ളതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും പാഠ്യ വിഷയമായിട്ട് ഈ കച്ചവടം വന്നു. അത് 2015 ഉണ്ട്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം സെക്കൻഡ് ഇയറിന്റെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബുക്കിലാണെങ്കിൽ ഈ കച്ചവടം ഉണ്ട്. ഇന്ന് ബികോമിന് മാത്രമല്ല, എംകോമിന് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാനുണ്ട്, BBAക്കും MBAക്കും പഠിക്കാനുണ്ട്. അതുകൂടാതെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഈ ഡിപ്ലോമ എടുക്കാൻ ഇപ്പൊ പറ്റും. ഡയറക്ട് സെല്ലിംഗ് പല യൂണിവേഴ്സിറ്റികളും ഇത് സ്റ്റാർട്ട് ചെയ്തു. ഈ കച്ചവടത്തെ കുറിച്ച് പഠിക്കുന്നത് പല കോഴ്സുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതൊക്കെയാണ് എന്താണ് ഈ കച്ചവടത്തിന്റെ ഒരു എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള, അതിൽ എന്താണ് ഈ ബിസിനസ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കച്ചവടം ശരിക്കും പറഞ്ഞാല് ഇപ്പോഴും പല ആളുകളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒന്ന്, അവർക്ക് ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് എന്താന്നുള്ളത് അറിയില്ല. രണ്ടാമത്തത്, ഇതിന്റെ ലീഗൽ അക്സെപ്റ്റൻസ് എന്താന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. മൂന്നാമത്തത്, ഇതിൽ കൂടി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ അവരാരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എതിർക്കുന്നത്, അല്ലാതെ നമ്മളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കച്ചവടം പണ്ട് കാലത്ത് എന്തായിരുന്നു അതനുസരിച്ചിട്ടാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇതിനെ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണൽ റിജക്ഷൻ ആയിട്ട് കാണേണ്ടതില്ല. ഈ ബിസിനസ് അറിയാത്തത് കൊണ്ട് റിജക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത്, ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ സ്കോപ്പ് ഒക്കെ നോക്കുന്ന സമയത്ത് സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ടേൺ ഓവർ, ഡയറക്ട് സെല്ലിംഗ്, സ്കോപ്പ് ഓഫ് മൈലേജ് സ്റ്റൈൽ നോക്കുന്ന സമയത്ത്, ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിന്റെ സ്കോപ്പ് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് വലിയ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ജനങ്ങളുണ്ട്. അത് വലിയൊരു സ്കോപ്പാണ് ഡയറക്ട് സെല്ലിങ്ങിൽ. ഇവിടെ ശരിക്കും ഇതിന്റെ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് തന്നെയാണ്. അത്ര യൂത്താണ്. അപ്പൊ അത്രയും ആളുകള് എന്താണ്, പിന്നെ അത് മാത്രമല്ല ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ്, US നോക്കിയാലും ചൈനയാണെങ്കിലും കൊറിയയാണെങ്കിലും ജർമ്മനി ആണെങ്കിലും ബ്രസീലും മലേഷ്യ പോലെയുള്ള പല രാജ്യങ്ങളും ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഈ കച്ചവടം. പക്ഷേ ഇന്ത്യ ഇതിന്റെ അതൊരു ശൈശവ അവസ്ഥയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 142 കോടി ഉണ്ടെങ്കിൽ പോലും ഏകദേശം 30,000 കോടിയുടെ കച്ചവടം ഇവിടെ ഉള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബില്യൺ ഡോളർ, അതായത് എന്താണ് 35 ബില്യന്റെ കച്ചവടമൊക്കെ, അങ്ങനെയുള്ള ബില്യൺ ഡോളറിന്റെ കച്ചവടം ഓരോ സ്റ്റേറ്റുകളിലും ഓരോ രാജ്യങ്ങളിലുമുണ്ട്. നമ്മൾ GTSന്റെ സ്ലൈഡിൽ പറയുന്ന പോലെ ടോട്ടൽ ഓൾ ഓവർ ദ വേൾഡ് ഏകദേശം 182 ബില്യൺ ഡോളറിന്റെ കച്ചവടമുണ്ട്. അപ്പൊ അവിടെയാണ് വെറും 30,000 കോടിയുടെ കച്ചവടത്തിൽ എത്തി നിൽക്കുന്ന ഈ പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത്. അപ്പൊ ഇവിടെ വലിയ സ്കോപ്പ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം, എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഫ്യൂച്ചർ ഇൻ ഇന്ത്യ. നിങ്ങളുടെ ഫോൺ എടുത്തിട്ട്, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ എടുത്തിട്ടോ ഒന്ന് സെർച്ച് ചെയ്യാം, ഡയറക്ട് സെല്ലിംഗ് ഫ്യൂച്ചർ ഇൻ ഇന്ത്യ. അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്കോപ്പ് എന്താണ്, 18.1 മില്യൺ ആളുകൾ ഇത് ഫുൾ ടൈം ആയിട്ട് 2025 കഴിയുമ്പോൾ ചെയ്യുമെന്നുള്ളത് വ്യക്തമായിട്ട് അതിന്റെ ഉത്തരം കിട്ടും. ഇനി അത് മാത്രമല്ല, സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഇൻ ഇന്ത്യ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 65,000 കോടിയുടെ കച്ചവടം ഈ മേഖലയിൽ 2025 നടക്കും. 64,500 കോടിയുടെ കച്ചവടം ഈ മേഖലയിൽ നടക്കുമെന്നൊക്കെ ഗൂഗിൾ നിങ്ങൾക്ക് തിരിച്ചു പറയും. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു കച്ചവടമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി ഇത് എംപ്ലോയ്മെന്റ് ന്യൂസുകളിൽ പോലും ഈ കച്ചവടം വന്നിട്ടുണ്ട്. നമ്മൾ മാതൃഭൂമി തൊഴിൽ വാർത്ത, വിജയ വീതിയോ അല്ലെങ്കിൽ തൊഴിൽ വീതി, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രലി വരുന്ന എന്താ പറയാ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന, ജോലി സാധ്യതകളൊക്കെ വരുന്ന ഒരു പുസ്തകമാണ് എംപ്ലോയ്മെന്റ് ന്യൂസ്. എംപ്ലോയ്മെന്റ് ന്യൂസിലും ഡയറക്ട് സെല്ലിംഗ് വന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇൻ ഫ്യൂച്ചറിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയുടെ പാർട്ടാണ് നമ്മളെല്ലാ ആളുകളും. അപ്പൊ ആ ഒരു ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളെ കയ്യിൽ ഡയറക്ട് സെല്ലിങ്ങിന് അത്രയും സ്കോപ്പാണ്. ഇനി വെൽനസിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? നമ്മളെ കയ്യിലുള്ള പ്രധാന പ്രൊഡക്റ്റുകൾ വെൽനസ് ആണല്ലോ. അപ്പൊ വെൽനസിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ സെയിൻ പിൽസർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 10 വർഷം മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ദി വെൽനസ് റെവല്യൂഷൻ. ആ പുസ്തകത്തിലാണെങ്കിൽ പറയുന്നത് എന്താണ്, നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ടാണ് വെൽനസിനെ കാണുന്നത്. നെക്സ്റ്റ് $1 ട്രില്യൺ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ 2035 ആകുന്ന സമയത്ത് 1,00,000 കോടിയുടെ കച്ചവടം നടക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ്. അതും നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ചെയ്യുന്ന
കമ്പനിയുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, വെൽനസിൽ നമ്മളെ വെല്ലാൻ ഒരാളും ഇപ്പൊ ഇല്ല. എന്ന് പറഞ്ഞാൽ 2019-ലും 2022-ലും 2024-ലും ഇന്ത്യയിലെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് നമുക്ക് കിട്ടിയത് എലമെന്റ്സ് വെൽനസിന്. അതിന്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ അടുത്തുള്ള സമയങ്ങളിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട്, അവാർഡ് കൊടുത്തിട്ടുണ്ട്. പല ലീഡേഴ്സിന്റെയും എന്താണ് അത് കോവിഡ് ആയതുകൊണ്ട് കൊടുത്തില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ 2021 അവാർഡ് ആർക്കാ കിട്ടിയെന്ന് അറിയാൻ പറ്റും, 2023 ആർക്കാ കിട്ടിയെന്നൊക്കെ അറിയാൻ പറ്റും. എന്തായാലും 2019-ലും 2022-ലും 2024-ലും ഒക്കെ നമ്മുടെ ബ്രാൻഡിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ആളുകളോട് പറയണം. ഓക്കെ, ദെൻ വെൽനസിന്റെ സ്കോപ്പ് പറയുന്നത് 2016-ൽ ഒരു ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വരുന്നത് വെൽനസ് 1.5 ലക്ഷം കോടിയുടെ ടേൺ ഓവറിലേക്ക് എത്തുമെന്നുള്ള പറയുന്നത്. 1.5 ലക്ഷം കോടിയുടെ ടേൺ ഓവറിലേക്ക് ഇന്ത്യ വെൽനസ് ഇൻഡസ്ട്രി മാറുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, സ്കോപ്പ് ഓഫ് ആയുർവേദം നോക്കുകയാണെങ്കിൽ, നമ്മളെ കയ്യിലുള്ള ആയുർവേദ പ്രൊഡക്റ്റുകളാണല്ലോ, ആയുർവേദം നോക്കുകയാണെങ്കിൽ ഏകദേശം 2026 ആകുന്ന സമയത്ത് 1400 കോടിയുടെ കച്ചവടം ആയുർവേദത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, 1400 കോടിയുടെ ആയുർവേദ സപ്ലിമെന്റുകളുടെ കച്ചവടം ഇന്ത്യയിൽ നടക്കുമെങ്കിൽ വലിയ സ്കോപ്പാണ്. ഇനി അത് മാത്രമല്ല, നമ്മൾക്ക് കോസ്മെറ്റിക്സിന്റെ വിപണി നോക്കുകയാണെങ്കിലോ, കോസ്മെറ്റിക്സ് 2035 ആകുന്ന സമയത്ത് 42,000 കോടിയിൽ നിന്ന് 2,26,000 കോടിയുടെ ടേൺ ഓവറിലേക്ക് വരുമെന്നാണ് പറയുന്നത്. കോസ്മെറ്റിക്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഇതൊക്കെ. ഓക്കെ, ഇനി അഗ്രോ പ്രൊഡക്റ്റിന്റെ സാധ്യത നോക്കുന്ന സമയത്തും അതും കോടിക്കണക്കിന് ടേൺ ഓവറിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളെ കയ്യിലുള്ള വെപ്പൺസ്, ആയുധം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇന്ന് ഇന്ത്യയിലും ലോകത്തിലും മികച്ച പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രൊഡക്റ്റുകളിൽ നമ്മൾക്ക് എത്ര എടുക്കാൻ പറ്റും, മാർക്കറ്റിൽ നിന്ന് നമ്മളും നമ്മുടെ ടീമും കൂടി എത്ര എടുക്കാൻ പറ്റും, ഇതേ നമ്മളുടെ ചോദ്യമുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഈ ഇതൊക്കെയാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെയും വെൽനസിന്റെയും ഒക്കെ സാധ്യതകൾ. ഓക്കെ, മൈ ലൈഫ് സ്റ്റൈലിന്റെ ഒക്കെ സാധ്യതകൾ. ഇനി എന്തുകൊണ്ട് ഇത് ചെയ്യാം ഒന്ന് ഓടിച്ചു പറയാം. എന്തുകൊണ്ട് ചെയ്യാമെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ സാധാരണ ഒരു ജോലി ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുമാനം എത്രയാന്നുള്ളത് എല്ലാ ജോലിക്കാർക്കും അറിയാം. ജോലി ചെയ്തിട്ട്, പക്ഷേ ഒരു ബിസിനസ് ആയിട്ടാണ് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്നതെങ്കിൽ, ആസ് എ കസ്റ്റമർ ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു ബിസിനസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ, വലിയ ഒരു ചെലവുമില്ലാതെ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ആ ചെലവ് കുറച്ചുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ സ്വപ്നങ്ങളും ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 50 കൊല്ലം അധ്വാനിക്കുന്നതിന്റെ ആ ഒരു എഫേർട്ടിന്റെ റിസൾട്ട് വെറും ഒരു 3, 4, 5 കൊല്ലം ഇവിടെ എഫേർട്ട് ഇട്ടാൽ മതി. 50 കൊല്ലം ആക്റ്റീവായിട്ട് ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാള് ഒരു 10, 50 കൊല്ലം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ ഒരു 3, 4, 5 വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയാൽ മതി, ഒരു സമയം നോക്കുന്ന സമയത്ത് ഒരു ദിവസം 8 മണിക്കൂർ ഒരാൾ ജോലി ചെയ്യുന്നു, 25 ദിവസം അയാൾ ജോലി ചെയ്യുന്നുണ്ട്, 12 മാസവും അത് തന്നെ ചെയ്യുന്നുണ്ട്, 35 കൊല്ലവും കഷ്ടപ്പെടുന്നുണ്ട്. 8 മണിക്കൂർ വെച്ച് 25 ദിവസം, ആ 5 ദിവസം ലീവാന്ന് കൂട്ടാം, 4 ഞായറാഴ്ചയും എക്സ്ട്രാ ഒരു ദിവസം ലീവ് എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 25 ദിവസം നമ്മൾ എഫേർട്ട് ഇടും, അത് 12 മാസവും ചെയ്യാം. അങ്ങനെ ഒരാള് ഒരു 20 വയസ്സ് മുതൽ തുടങ്ങി, അല്ലെങ്കിൽ 25 വയസ്സ് മുതൽ തുടങ്ങിയിട്ട് 55ഓ 60ഓ വയസ്സ് വരെ അധ്വാനിക്കുകയാണ്. അപ്പൊ 35 കൊല്ലം ഉണ്ടാവും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലിക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കുന്ന മണിക്കൂറുകൾ നോക്കുമ്പോൾ 84,000 മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെയിലി 8 മണിക്കൂർ, 25 ദിവസം, 12 മാസം, 35 കൊല്ലം. ഇത് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 84,000 മണിക്കൂർ നിങ്ങൾക്ക് വർക്കിംഗ് അവർ ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിൽ നിങ്ങൾ വന്നു, ഇവിടെ നിങ്ങൾ ഒരു ITC ലീഡറായി, വേണ്ട, ഒരു 2000 ആളുകളുടെ ഒരു ടീം ഉണ്ടായി. 2000 ആളുകളുടെ ടീം ഉണ്ടെങ്കിൽ ആ 2000 ആളുകൾ ഒരു 4 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 10 ആഴ്ച കൊണ്ട്
ഒരാഴ്ചയിൽ 4 മണിക്കൂറേ നിങ്ങളുടെ ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടർമാർ ചെയ്യുന്നുള്ളൂ. 2000 × 4 മണിക്കൂറാണ് ചെയ്യുന്നത്. ഒരാഴ്ചയിൽ 4 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 2000 × 4 × 10 10 ആഴ്ച കൊണ്ടാണ്. ഇത് 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കാക്കാം. മുബീൻ സാറിനൊക്കെ ഒരു ദിവസം കൊണ്ട് ഇത് വരും. നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ കണക്ക് കൂട്ടിയാൽ പോലും 80,000 വർക്കിംഗ് അവർ ഉണ്ടാവും. 2000 × 4 × 10. അപ്പൊ ശരിക്കും 2000 ആളുകളുടെ ഒരു ടീമുള്ള ഒരു ലീഡറെ സംബന്ധിച്ച് വെറും 10 ദിവസം കൊണ്ടോ 10 ആഴ്ച കൊണ്ടോ 10 മാസം കൊണ്ടോ നിങ്ങൾക്ക് 80,000 വർക്കിംഗ് അവർ, 80,000 മണിക്കൂറിന്റെ വർക്കിംഗ് അവർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ശരിക്കും ഇതിന്റെ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം എന്നുള്ളതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ 20 വയസ്സ് വരെ എന്തായാലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്നാൽ 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കേണ്ട സമയം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഏണിംഗ് പീരീഡ് ആണ്. ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എങ്ങനെ? 60 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ തീർച്ചയായിട്ടും 20 മുതൽ 60 എന്നുള്ള ക്രൂഷ്യൽ പീരീഡിൽ ആ സമയത്ത് ഉണ്ടാക്കി പോകണം പണം. ആ സമയത്ത് എന്തെങ്കിലും സമ്പാദിച്ചു പോകണം. അവിടെ നമ്മൾ ഒരാളെയും നോക്കി നിൽക്കാതെ ഇറങ്ങി പുറപ്പെടുക, ഒരുമ്പെട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ എക്സ്പെൻസിന്റെ ചാർട്ട് നോക്കുന്ന സമയത്ത് ഓരോ ആളുകളുടെയും എന്താണ് എക്സ്പെൻസുകൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവർക്കറിയാം. വീട് വേണ്ടതുണ്ടാവും, മക്കളുടെ വിദ്യാഭ്യാസം ഉണ്ടാവും, മക്കളുടെ വിവാഹവും മറ്റു കാര്യങ്ങളും ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് ബിൽഡ് ചെയ്യേണ്ടതുണ്ടാവും. ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് ഒരു ITC എന്നുള്ള ലെവലിലേക്ക് എത്താൻ ഒരു 10 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്യണം. 10 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്യണം. അതായത് 10 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 5 കൊല്ലം എടുത്തോ. 5 കൊല്ലം എടുത്തിട്ട് ITC ആണെങ്കിൽ പോലും 1,20,00,000 രൂപ 5 വർഷം കൊണ്ട് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടും. നിങ്ങൾ ഏത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ ബിസിനസ് ശക്തമായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. വലിയൊരു ടീമിനെ, ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ടീം ഉണ്ടാക്കാനുള്ള മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അത്രമാത്രം ആളുകൾ തിങ്ങി പറക്കുന്നുണ്ട് ഇവിടെ, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആരും എന്താണ് ഇത് ഞാൻ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു, ഇത് ഇപ്പൊ ചെയ്തിട്ട് കാര്യമില്ല, ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഇപ്പോഴും വെറും 1.5 അത്രയൊക്കെ ഉള്ളൂ പെർസെൻറ്റേജ്. അത്ര ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുള്ളൂ. അപ്പൊ അവിടെയാണ് ഈ കച്ചവടത്തില് നിങ്ങളൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ വെച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം വെച്ചത് ITC ആണെങ്കിൽ ഒരു 3-5 ഇനി വേണ്ട ഒരു 8 കൊല്ലം എടുത്തു. നമുക്ക് 35 കൊല്ലം അധ്വാനിക്കേണ്ടതില്ലല്ലോ അത്തരത്തിലുള്ള ഒരു വരുമാനത്തിലേക്ക് എത്താൻ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ITC എന്നുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഒരു ടീം ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ആളുകളിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുള്ളതും ശ്രദ്ധിക്കണം. നല്ല ലയബിലിറ്റി ഉള്ള ആളുകളെ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ കൊണ്ടുവരണം. നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. എങ്ങനെ റെസ്പോൺസിബിലിറ്റി? ഉത്തരവാദിത്തങ്ങൾ, വലിയ കടപ്പാടുകൾ, ഷോൾഡറിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. മക്കളെ വിദ്യാഭ്യാസം, അല്ലെ വീട് പണി പൂർത്തിയാക്കണം, സിസ്റ്റേഴ്സിന്റെ വിവാഹം കഴിച്ചു വിടണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി അവരുടെ ഷോൾഡറിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തത്, ഇതൊന്നുമല്ല, വലിയ ഡ്രീമുകൾ, ചെറിയതല്ല, വലിയ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ശ്രീജ മാഡം പറയാറുണ്ട് 5000 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പൊ ഇത് എന്താ ചോദിച്ചു കഴിഞ്ഞാല് അതൊരു ഹൈ അംബിഷൻ. അപ്പൊ ശരിക്കും തോന്നിയാല് അതുപോലെയുള്ള വലിയ ലക്ഷ്യങ്ങൾ, വലിയ സ്വപ്നങ്ങളുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? അവരെയൊക്കെ ഈ ബിസിനസിന്റെ പാർട്ടായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇനി നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സമയം കുറച്ചായി എന്നുള്ളത് അറിയാം. എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. അതായത് നമ്മൾ സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ കുറച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടൊന്ന് എഫേർട്ട് ഇടുക. നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ
കുറച്ച് പ്രശ്നങ്ങൾ, അത് ആരോഗ്യ പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തികമായ പ്രശ്നമായിക്കോട്ടെ, ഇതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മളിലൂടെ ഉണ്ടാക്കിയെടുത്താൽ മതി. നിങ്ങൾ നോക്കിയാൽ മതി, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറെ പ്രൊഡക്റ്റുകൾ റീറ്റെയിൽ ചെയ്യാൻ പറ്റും. സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിലുള്ള അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർമാരായിക്കോട്ടെ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകൾ അവരൊക്കെ. അതേപോലെ തന്നെ ഈ ബിസിനസിന്റെ പാർട്ടായിട്ട് എന്ത് ചെയ്യാം, ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ബിസിനസ്സിൽ പല രീതിയിൽ ആളുകൾ വരുന്നുണ്ട്. പ്രോഡക്റ്റിന്റെ റിസൾട്ടിൽ കൂടി വരുന്ന ആളുകളുണ്ട്, ഇമോഷണൽ ആയിട്ട് ഒരു തീരുമാനമെടുക്കുന്ന ആളുകൾ, വൈകാരികമായിട്ട് ഒരു മീറ്റിങ്ങിലൊക്കെ വന്നു നമ്മൾക്ക് വലിയ രീതിയിൽ എന്താണ് ആ ആളുകൾക്കൊക്കെ പറ്റുമെങ്കിൽ നമുക്കിത് പറ്റും എന്നുള്ള ഒരു വൈകാരികമായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വലിയ കടപ്പാട് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ കൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിലോ ചില ആളുകൾ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നാത്തൂനോട് പറയാണ്, അളിയനോട് പറയാണ്, എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അപ്പൊ ഒരു ഒബ്ലിഗേഷൻ, ഒരു കമ്പൽസറി ഇതാണ് അത്. ഇനി ഒരു ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ പറയാണ്, ഒരു ബിസിനസ് ഉണ്ട്, 15,000 രൂപ റെഡിയാക്കണം, എങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റും? അപ്പൊ അങ്ങനെ ഒരു നിർബന്ധിച്ച് ജോയിൻ ചെയ്യിച്ചു കൊണ്ടുവന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ ഈ ബിസിനസ്സിൽ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇവരെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. GTS-ഉം FSS-ഉം വർക്ക്ഷോപ്പും ടീം മീറ്റിങ്ങും അഡ്വാൻസ് ട്രെയിനിങ്ങും RTPയും RRR പോലെയുള്ള പല പ്രോഗ്രാമിലേക്ക് കയറ്റിയിട്ട് അവരെ എന്താണ് ആ കാറ്റഗറിയിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള കാറ്റഗറിയിലേക്ക്, അതായത് 100% ഇത് ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന പല ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും അവരെ ഉൾപ്പെടുത്തുക, അവരെ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ കൂടെ ഈ സിസ്റ്റം ശക്തമായിട്ട് ചെയ്യാൻ നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ പല കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 4 പോയിന്റുകൾ, 4 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ നോക്കുന്ന സമയത്ത് നല്ല 5 കാര്യങ്ങൾ, ആ നല്ല ഒരു ലിസ്റ്റ് ഉള്ള ആളുകൾക്ക് ഇവിടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലിസ്റ്റിംഗ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഷോ ദി പ്ലാൻ. ഷോ ദി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് എത്തിയിട്ട് അവർക്ക് ഈ കമ്പനിയുടെയും ഈ ഇൻഡസ്ട്രിയുടെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് ഒരു പ്ലാൻ ഷോ ചെയ്യുക. അത് ചിലപ്പം അവരുടെ അടുത്തേക്ക് പോയിട്ടായിരിക്കാം, നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചിട്ടായിരിക്കാം, ഏതെങ്കിലും GTS-ലേക്ക് വിളിച്ചിട്ടായിരിക്കും. എന്തായാലും അവർക്ക് ഈ പ്ലാൻ എന്താന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ആണ്. പല ആളുകൾക്കും ചെയ്യാൻ പറ്റാത്തതും, ചില ആളുകൾ വിട്ടുപോകുന്നതും, ചില ആളുകൾക്ക് അറിയാത്തതും ഒക്കെ ഈ ഫോളോ അപ്പ് ആണ്. ആ ഫോളോ അപ്പ് സമയത്ത് എന്തൊക്കെ പറയണം, എന്തൊക്കെ ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊന്നും പഠിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാമത്തത് ഫോളോ അപ്പ് ആണ്. ദെൻ അവരെ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നു, എങ്ങനെ? കുറച്ച് സ്റ്റോക്ക് എടുപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ പോലും കഴിയുന്നില്ല, ഈ ലിസ്റ്റിങ്ങും ഷോ ദി പ്ലാനും ഫോളോ അപ്പും പർച്ചേസും കഴിഞ്ഞാൽ പിന്നീടാണ് ഏറ്റവും വലിയ കാര്യം ട്രെയിനിങ്. പിന്നീട് അവരെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തി പ്രോഡക്റ്റിന്റെ ട്രെയിനിങ്ങും ബിസിനസിന്റെ ട്രെയിനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അവരെ എന്ത് ചെയ്യാം, ട്രെയിനിങ്ങിന്റെ പാർട്ടാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് ഇവിടെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാണ്, അവരെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ 4 കാര്യങ്ങൾ അവരിലൂടെ ചെയ്തെടുക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചു കഴിഞ്ഞാല് ഇന്ന് കിട്ടാവുന്ന ബെസ്റ്റ് അവസരം നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഈ അവസരം ശരിക്കും പറഞ്ഞാല് നമ്മളൊന്ന് കാര്യമായിട്ട് എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ, അപ്പൊ തീർച്ചയായിട്ടും അത് അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ നമുക്ക് അതിന്റെ റിസൾട്ട് പിന്നീട് ആസ്വദിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇന്ന് മാർക്കറ്റിൽ പ്രത്യേകിച്ച് കോമ്പറ്റീറ്റർ ഇല്ല. മൈ ലൈഫിന് പ്രത്യേകിച്ച് കോമ്പറ്റീറ്റർ ഒന്നുമില്ല. നമ്മൾ തന്നെയാണ് കോമ്പറ്റീഷൻ. പല ടീമുകൾ തമ്മിൽ മാത്രമേ കോമ്പറ്റീഷൻ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ മാക്സിമം ആളുകളുടെ അടുത്തേക്ക് എത്രയും നേരത്തെ എത്താൻ പറ്റുമോ, എത്രയും പ്ലാനുകൾ നേരത്തെ കൊടുക്കാൻ പറ്റുമോ, അവർക്ക് വലിയ ശക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഞാൻ സീരിയസ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന ആളുകളുടെ ഇടയിലേക്ക് നിങ്ങളൊന്ന് പാസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ,
ആ ഒരു എനർജി ലെവലില്, എക്സൈറ്റ്മെന്റില് നിങ്ങൾക്ക് ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആളുകൾ വരും. നിങ്ങളും സംശയത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ കൂടെ ഒരാൾ ഇറങ്ങി വരാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി ലെവലും എക്സൈറ്റ്മെന്റും നിങ്ങൾ മാക്സിമം ഹൈ ആക്കി നിർത്തുക. തീർച്ചയായിട്ടും എന്താണ് വലിയ രീതിയിൽ ഈ ഇൻഡസ്ട്രിയിൽ കൂടി വലിയ നേട്ടങ്ങള്, വിജയങ്ങള് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഒറ്റയാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. നമ്മളെല്ലാ ആളുകളും, ഈ ഇൻഡസ്ട്രി ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ആളുകൾക്കും വലിയ സക്സസ് ഉണ്ടാവണം. അതിനുള്ള മാർക്കറ്റ് ഇവിടെയുണ്ട്. എന്തായാലും പർച്ചേസിങ് എന്നുള്ള പ്രോസസ്സ് ലോകത്ത് നടക്കാതെ പോകുന്ന അത്രയും കാലം ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെങ്കിലും അധ്വാനിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ, എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ നല്ല ഒരു ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ ഈ ചെറിയ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു.